ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനു അന്ന യൂട്യൂബ് ചാനൽ. നമുക്ക് മിക്കവർക്കേ നമ്മുടെ ഒരു കൂടപ്പുറപ്പാണ് മറവി എന്ന് പറയുന്നത് ഇല്ലേ? ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞേ, എൻ്റെ അനുവേ ടീച്ചിങ് നോട്ട് ഞാനേ എവിടെ വെച്ചെന്ന് മറന്നുപോയി. എത്ര നോക്കിയിട്ട് ടീച്ചിങ് നോട്ട് കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ വെച്ച സാധനങ്ങൾ എവിടെയാണ് നമ്മൾ വെച്ചതെന്ന് പിന്നീട് നമ്മൾ മറന്നു പോകുന്നൊരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു നോട്ട്ബുക്കിൽ ആ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ വന്നത്. പിറ്റേ ദിവസം ഞാൻ പോയിട്ട് ഇതെവിടെയാണ് ഞാൻ ഈ നോട്ട് ബുക്ക് വെച്ചതെന്ന് കബോർഡിലും സകല ഡെസ്കിലും അന്വേഷിച്ച് നോക്കി, എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ എവിടെയാണ് വെച്ചതെന്ന് ആക്ച്വലി ഞാൻ മറന്നുപോയി. ഈ ഒരു അവസ്ഥ എല്ലാവർക്കും ഉണ്ടാകാറുണ്ടല്ലേ? അപ്പോൾ ഇതിന് ഞാനിങ്ങനെ കുറേ ആലോചിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയൊരു ഐഡിയ ആണേ. നമ്മളിപ്പം എന്തെങ്കിലും ഒരു സാധനം, ഇപ്പം ഞങ്ങൾ ടീച്ചേഴ്സ് ആകുമ്പോഴേ നമുക്ക് ടീച്ചിങ് നോട്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ്. അപ്പോൾ ഞാൻ ടീച്ചിങ് നോട്ട് എൻ്റെ ടേബിളിൽ വെക്കുകയെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ആ വെക്കുന്ന സമയത്ത് ഈ ടേബിളിൻ്റെ മുകളിൽ ഒരു ആന ഇരിക്കുന്നതായിട്ട് നമ്മളൊന്ന് സങ്കല്പിക്കും. ജസ്റ്റ് ഇമാജിനേഷൻ ചെയ്യുക. ആ ടേബിളിൻ്റെ മുകളിൽ ഒരു ആന ഇരിക്കുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആനയുടെ തുമ്പിക്കൈയിലേക്കാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ടീച്ചിങ് നോട്ട് വെച്ചത്. പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ടേബിളിലല്ല നമ്മൾ വെച്ച കാര്യമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ടേബിളിൽ നമ്മൾ എന്തിനെയാണ് കണ്ടത് അത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ടേബിളിൽ ഞാൻ കണ്ടത് ഒരു ആനയാണ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ സംഭവം നമ്മൾ എവിടെയാണ് വെച്ചതെന്ന് നമ്മൾ ഓർക്കുമ്പോൾ ടേബിളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരിക. ടേബിളിൽ ഉണ്ടായിരുന്ന ആനയാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക. ഇതെൻ്റെ ചെറിയൊരു ഐഡിയ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്ക് കേട്ടോ. പരീക്ഷ നോക്കിയിട്ട് കമൻസൊക്കെ ഒന്ന് ഇടും കേട്ടോ.